അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുറബ്ബിയായ ഷെയ്ഖിനെ കിട്ടിയാൽ ഷെയ്ഖിനെ സ്വീകരിക്കണം. അങ്ങനെ ഷെയ്ഖിനെ കിട്ടി, ഷെയ്ഖിനെ സ്വീകരിച്ചു, ഷെയ്ഖ് ഇവനെയും സ്വീകരിച്ചാൽ പിന്നീട് ഷെയ്ഖിനെ ഇവൻ ബഹുമാനിക്കണം. എങ്ങനെയാണ്? ഇഹ്തിറാമുൽ പുറമേക്കും ബഹുമാനം കാണിക്കണം, മനസ്സിൻ്റെ ഉള്ളിലും ബഹുമാനിക്കണം. എന്താണ് ലാഹിറായ ഇഹ്തിറാം, എന്താണ് ബാത്തിനായ ഇഹ്തിറാം എന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ഷെയ്ഖിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഥവാ മോശപ്പെട്ട സഹവാസം, ചങ്ങാത്തം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഫക്രിനെയാണ് അതിനേക്കാൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി പറയാണ് തസൂഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂഫി ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ആ രണ്ട് പ്രത്യേകതകൾ ഏതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സുമ്മ ഇലം, പിന്നെ പൊന്നുമോനെ നീ മനസ്സിലാക്കണം, അന്ന തസവുഫ ലഹു ഖസ്ലത്താൻ, തസവുഫിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഖസ്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ, പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ എന്നർത്ഥം, സവിശേഷതകൾ. അൽ ഇസ്തിഖാമത്തു വസ്സുക്കൂൻ അനിൽ ഖൽഖ്, അൽ ഇസ്തിഖാമ നേരെ നിൽക്കൽ, നെറുകേടിലേക്ക്, വഴികേടിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കൽ എന്നർത്ഥം. ഇസ്തിഖാമത്ത് ചൊവ്വായ മാർഗത്തിൽ തന്നെ നിൽക്കൽ. വസ്സുക്കൂൻ അനിൽ ഖൽഖ് സൃഷ്ടികളിൽ നിന്ന് സുക്കൂൻ, ശാന്തമായിരിക്കൽ എന്ന് വെച്ചാൽ സൃഷ്ടികളോട് കൂടുതൽ ഇടപഴകാൻ പോണ്ട, സമാധാനത്തോടു കൂടി സൃഷ്ടികളോട് പെരുമാറുക എന്നർത്ഥം. വസ്സുക്കൂൻ അനിൽ ഖൽഖ് സമാധാനത്തോടു കൂടി സൃഷ്ടികളോട് പെരുമാറുക. അവരോട് ദേഷ്യം പിടിക്കാൻ പോകലോ, സംവാദങ്ങളിൽ ഏർപ്പെടാൻ പോകലോ, കച്ചറ കൂടലോ, വാഗ്വാദങ്ങളിൽ ഏർപ്പെടലോ അങ്ങനെയൊന്നും വേണ്ട എന്നർത്ഥം. ഇതാണ് രണ്ട് ഖസ്ലത്ത്. ഏതൊക്കെയാണ്? അൽ ഇസ്തിഖാമത്തു വസ്സുക്കൂൻ അനിൽ ഖൽഖ്. എന്നിട്ട് പറയാണ്, ഫമൻ ഇസ്തഖാമ, ആരെങ്കിലും നേരായ മാർഗത്തിൽ ചലിച്ചു, വ അഹ്സന ഖുലുഖഹു, തൻ്റെ സ്വഭാവം നന്നാക്കുകയും ചെയ്തു. ആരുമായിട്ടുള്ള സ്വഭാവം? ആരുമായിട്ടുള്ള പെരുമാറ്റം? ഖുലുഖ് പെരുമാറ്റം, സ്വഭാവം. ബിന്നാസ് ജനങ്ങളുമായിട്ടുള്ള ഇവൻ്റെ പെരുമാറ്റം നന്നാക്കുകയും ചെയ്തു. ആരോടും ചൂടാകാതെ സമാധാനത്തോടു കൂടി നിൽക്കുകയും ചെയ്താൽ, വ ആമലഹും അതേ ജനങ്ങളോട് പെരുമാറുകയും ചെയ്തു, ബിൽ ഹിൽമി ക്ഷമിച്ചുകൊണ്ട്, സമാധാനം. ഹിൽമ് എന്ന് പറഞ്ഞാൽ സഹനത്തോടുകൂടി, ക്ഷമയോടുകൂടി എല്ലാ ജനങ്ങൾ പറയുന്നൊക്കെ കേട്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതെ വളരെ സമാധാനത്തോടു കൂടി മറുപടി കൊടുക്കുകയും ചെയ്താൽ, ഇങ്ങനെ ചെയ്യുന്നവനാണ് ഫഹുവ സൂഫിയുൻ. അയാളെ കുറിച്ചിട്ട് മാത്രമേ എന്തെന്ന് പറയാൻ പറ്റൂ? സൂഫി എന്ന് പറയാൻ പറ്റൂ. ഫഹുവ സൂഫിയുൻ, അയാളാണ് സൂഫി. ഫമൻ ഇസ്തഖാമ, ആരെങ്കിലും നേരായ മാർഗത്തിൽ നിന്നു, വഅഹ്സന ഖുലുഖഹു പെരുമാറ്റം നന്നാക്കി, സ്വഭാവം നന്നാക്കി, ബിന്നസ് ജനങ്ങളുമായിട്ടുള്ള സ്വഭാവം, ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റം നന്നാക്കി, ആമലും അവരോട് ഇടപഴകി, അവരോട് പെരുമാറി, ബിൽ ഹിൽമി ക്ഷമയോട് കൂടി, സഹനത്തോട് കൂടി, അങ്ങനെ ചെയ്താൽ ഫഹു സൂഫിയുൻ, അവനാണ് സൂഫി. അപ്പോൾ സൂഫി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്: ഇസ്തഖാമ, അഹ്സന ഖുലുഖു, ആമലും ബിൽ ഹിൽമ. ഇതാണ് സൂഫി എന്ന് പറഞ്ഞത്. ഇനി പറയാണ് വൽ ഇസ്തിഖാമത്തു, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്തിഖാമത്ത് സുക്കൂൻ അൽ ഖൽഖ്, തസൂഫിൻ്റെ രണ്ട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഹിയ, അത് അയ്യഫ്ദിയ അവൻ സാക്രിഫൈസ് ചെയ്യലാണ്, ബലിയർപ്പിക്കലാണ്, വിട്ടുകൊടുക്കലാണ്. ഹല്ല നഫ്സിഹി ശരീരത്തിൻ്റെ ഹല്ല്, ശരീരത്തിൻ്റെ വിഹിതം, സ്വന്തം ശരീരത്തിൽ കിട്ടാനുള്ള വിഹിതം വിട്ടുകൊടുക്കണം. യഫ്ദിയ വിട്ടുകൊടുക്കണം. ലി നഫ്സിഹി ആർക്ക് തന്നെ വിട്ടുകൊടുക്കണം? സ്വന്തം ശരീരത്തിന് തന്നെ വിട്ടുകൊടുക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയാം, അർത്ഥം നോക്കൂ. ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ലോഹുവ അത് അയ്യഫ്ദിയ ഹല്ല നഫ്സിഹി സ്വന്തം ശരീരത്തിൻ്റെ വിഹിതം വിട്ടുകൊടുക്കണം. അയ്യഫ്ദിയ വിട്ടുകൊടുക്കണം, സാക്രിഫൈസ് ചെയ്യണം. ഹല്ല നഫ്സിഹി സ്വന്തം ശരീരത്തിൻ്റെ ഹല്ലിനെ സാക്രിഫൈസ് ചെയ്യണം. ലി നഫ്സിഹി സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് തന്നെ സാക്രിഫൈസ് ചെയ്യണം. ഇതാണ് ഏതിൻ്റെ അർത്ഥം? ഹല്ല നഫ്സിഹിൻ്റെ അർത്ഥം. ഹല്ല നഫ്സിഹിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഉദ്ദേശം എന്താണ്? ശരീരത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആശകൾ, പ്രതീക്ഷകളൊക്കെ ഉണ്ടാകും. അതൊക്കെയും വിട്ട് നൽകണം. അതാണ് ഹല്ല നഫ്സ് എന്ന്, വിട്ടുകൊടുക്കണം. ലി നഫ്സിഹി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു പല നന്മകൾക്ക് വേണ്ടിയിട്ട്. ശരീര നന്മയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ, ശരീര നന്മയാണ് സ്വതക്ക ചെയ്യൽ, ശരീര നന്മയാണ് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കൽ. അപ്പോൾ
ഹല്ല നഫ്സി കൊണ്ടുള്ള ഉദ്ദേശം ഒരുപാട് ഷഹവാത്ത്, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ. പണം സമ്പാദിക്കാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിന്, അതൊക്കെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയാണ്, വിട്ടുകൊടുക്കുന്നതിനെയാണ് നഫ്സി ഇബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വതക്ക കിട്ടാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വന്തം നഫ്സിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നഫ്സിന്റെ നന്മക്ക് വേണ്ടിയിട്ട് നഫ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒഴിവാക്കുക എന്നാണ്. ഇതിന്റെ മൊത്തം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. സ്വന്തം നഫ്സിന്റെ നന്മക്ക് വേണ്ടിയിട്ട് അതേ നഫ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒഴിവാക്കൽ, വിട്ടുകൊടുക്കൽ എന്നർത്ഥം. മയ്യഫ്ദിയ, വിട്ടുകൊടുക്കണം. ഹല്ല നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ വിഹിതം എന്ന് വെച്ചാൽ സ്വന്തം നഫ്സിന്റെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കണം. ലി നഫ്സിഹി, സ്വന്തം നഫ്സിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ സ്വന്തം നഫ്സിന്റെ നന്മക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നഫ്സിന്റെ നന്മക്ക് വേണ്ടിയിട്ട് നഫ്സിൻ്റെത് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ, അനാവശ്യമായിട്ടുള്ള അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ യഫ്ദിയ ഒഴിവാക്കണം എന്നാണ് ഇസ്തിഖാമത്ത് എന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇതാണ് ഇസ്തിഖാമത്ത് എന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി സുഖനൽ ഖൽഖ്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്നല്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഹുസ്നുൽ ഖൽഖ് ബിന്നാസ്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞാൽ, ഹുസ്നുൽ ഖൽഖ് ബിന്നാസ്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞാൽ, അത് അല്ലാ തഹ്മിലന്നാസ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അല്ലാ തഹ്മില, ജനങ്ങളെ നീ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അന്നാസ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അല്ല മുറാദ് നഫ്സിക, നിന്റെ ശരീരത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, നിനക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൽ, അങ്ങനെ ചെയ്യാതിരിക്കലാണ് ജനങ്ങളുമായിട്ടുള്ള നന്മ. അല്ല മുറാദി നഫ്സിക, നിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അതാണ് അർത്ഥം. അല്ലാ തഹ്മിലന്നാസ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അലാ മുറാദി നഫ്സിക, നിന്റെ നഫ്സിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, താല്പര്യത്തിന് വേണ്ടിയിട്ട്, ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, നിന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അത് ഇല്ലാതിരിക്കലാണ് എന്തർത്ഥം? ഹുസ്നുൽ ഖൽഖ് എന്ന അർത്ഥം. അല്ലാ തഹ്മിലന്നാസ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കൽ, അലാ മുറാദി നഫ്സിക, നിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കൽ. ബൽ, നേരെ മറിച്ച്, തഹ്മിലു നഫ്സക, നിന്റെ ശരീരം നീ ബുദ്ധിമുട്ടിക്കണം. ബൽ, നേരെ മറിച്ച്, തഹ്മിലു നഫ്സക, നിന്റെ ശരീരത്തെ നീ ബുദ്ധിമുട്ടാക്കണം. അലാ മുറാദിഹിം, അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയിട്ട്. ജനങ്ങൾക്കുള്ള ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങളുണ്ടാവും, ജനങ്ങൾക്കുള്ള ഹലാലായ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ നഫ്സിനെ തന്നെ ബുദ്ധിമുട്ടാക്കണം. ബൽ തഹ്മിലു നഫ്സക, നീ നിന്റെ ശരീരത്തെ തന്നെ ബുദ്ധിമുട്ടാക്കണം. അലാ മുറാദിഹിം, അവരുടെ ലക്ഷ്യം നടപ്പിലാകാൻ വേണ്ടിയിട്ട്. മാലം യുഖാലിഫു ഷറഇന് എതിരാകാത്ത ലക്ഷ്യങ്ങളാണെങ്കിൽ, മാലം യുഖാലിഫു, എതിരാകാത്ത കാലത്തോളം, ഷറഇന് എതിരാകാത്ത കാലത്തോളം എന്ത് ചെയ്യുക? നീ നിന്റെ നഫ്സിനെ ക്ഷമിപ്പിക്കുക, നിന്റെ നഫ്സിനെ ബുദ്ധിമുട്ടാക്കുക. അവരുടെ ഉദ്ദേശങ്ങൾ ഷറഇനെതിരല്ല, ഹലാല ഉദ്ദേശമാണ് എങ്കിൽ നീ നിന്റെ നഫ്സിനെ അവരുടെ ഉദ്ദേശകാര്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കുക എന്നർത്ഥം. ബൽ, നേരെ മറിച്ച്, തഹ്മിലു നഫ്സക, നീ നിന്റെ നഫ്സിനെ ബുദ്ധിമുട്ടാക്കണം. അലാ മുറാദിഹിം, അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. മാലം യുഖാലിഫു ഷറഇനോട് എതിരാകാത്ത കാലത്തോളം, അവർ ഷറഇനോട് എതിരാകുന്നില്ല അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഹലാലായ ആഗ്രഹങ്ങളാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നീ ബുദ്ധിമുട്ട് സഹിക്കുക, നീ നിന്റെ നഫ്സിനെ ബുദ്ധിമുട്ടാക്കുക എന്നർത്ഥം. യുഖാലിഫു എന്ന് പറഞ്ഞാൽ എതിരാവുക എന്നാണ്. ഇതാണ് ഏതിന്റെ അർത്ഥം? ഹുസ്നുൽ ഖുൽഖിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യവും പറഞ്ഞു. രണ്ട് കാര്യം, ഇസ്തിഖാമത്ത് എന്തെന്ന് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ് എന്തെന്ന് നമ്മൾ പഠിച്ചു. ഇസ്തിഖാമത്തും പഠിച്ചു, ഹുസ്നുൽ ഖുൽഖും പഠിച്ചു. എന്നീ ഇമാം ഗസാലി തന്റെ ശിഷ്യനോട് പറയാണ്, നീ എന്നെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചില്ല, ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി പറയുന്നുള്ളത്. ഉബൂദിയത്ത് എന്താണ്, തവക്കുൽ എന്താണ്, അതേപോലെ തന്നെ ഇഖ്ലാസ് എന്താണ്, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സുമ്മ, പിന്നെ, ഇന്നക സഅൽതനി, പൊന്നുമോനെ നീ എന്നോട് ചോദിച്ചാൽ, അനിൽ ഉബൂദിയ, എന്താണ് ഉബൂദിയത്ത്, അള്ളാഹുവിനോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, ഉബൂദിയത്ത് എന്താണ്? ഓഹ്യ സലാസഷ്യ, അതിന്റെ മറുപടി കേട്ടോളൂ. അത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ.
ഒന്നാമത്തെ കാര്യം അഹദുഹ ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം മുഹാഫദത്ത് അംരി ശർഇ, ഷറഇന്റെ കാര്യങ്ങൾ സൂക്ഷിക്കലാണ്. ഷറഅ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് അപ്പടി ചെയ്യലാണ്. ചെയ്യണ്ടെന്ന് എന്താണോ പറഞ്ഞത് അത് ചെയ്യാതിരിക്കലാണ്. അതിനാണ് മുഹാഫദത്ത് അംരി ശർഇ, ഷറഇന്റെ കാര്യങ്ങൾ സൂക്ഷിക്കലാണ്. ഷറഇന്റെ കാര്യങ്ങൾ സൂക്ഷിക്കലാണ്. അഹദുഹ അതിൽ ഒന്നാമത്തത് മുഹാഫദത്ത് അംരി ശർഇ, ഷറഇന്റെ കാര്യങ്ങൾ സൂക്ഷിക്കലാണ്. വസാനീഹ ഇതിൽ രണ്ടാമത് ഉബൂദിയ്യത്തിന്റെ രണ്ടാമത്തെ കാര്യം അർറിളാഹു തൃപ്തിപ്പെടലാണ് ബിൽ ഖളാഇ വൽ ഖദരി വഖിസ്മത്തില്ലാഹി തആല. അള്ളാഹുവിന്റെ ഖദർ ഖളാ, വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ പഠിച്ച റബ്ബിനെ പ്രാകാൻ പോകണ്ട. അതേപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടായി, എപ്പോൾ പഠിച്ച റബ്ബിന് എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പരാതി പറയാൻ പോകണ്ട. അതിനുള്ള തൃപ്തി വേണം. ബിൽ ഖള, അള്ളാഹുവിന്റെ ഖള, അള്ളാഹിന്റെ വിധി എന്താണ് അതനുസരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കൽ. വൽ ഖദ്രി, ഖദ്ർ ഖള കൊണ്ട് തൃപ്തിപ്പെടൽ. ഖിസ്മത്തില്ലാഹി തആല, അള്ളാഹു തരുന്ന ഓഹരി, നിനക്ക് ഓരോ ദിവസവും ഇത്ര ഓഹരി അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനും മറ്റുമായിട്ട്, അതുകൊണ്ട് തൃപ്തിപ്പെടണം. അതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുകയോ കൂടുതൽ ചോദിക്കുകയോ അല്ലെങ്കിൽ തരാത്തതിന് അള്ളാഹുവിനെ ഇകഴ്ത്തി സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നർത്ഥം. അതാണ് ഉബൂദിയ്യത്ത് എന്നത്. എന്താണോ അള്ളാഹു തന്നത് ആ തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതാണ് ഉബൂദിയ്യത്തിന്റെ രണ്ടാമത്തെ വശം. എന്താണോ കിട്ടിയത്, 100 രൂപ ആണെങ്കിൽ 100 രൂപ മതി, അതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പോലും അത് മതി, അള്ളാഹു എനിക്ക് തന്നല്ലേ എന്ന രീതിയിൽ സംസാരിക്കൽ, എന്ന രീതിയിൽ ജീവിക്കൽ. റിളാഉ തൃപ്തിപ്പെടൽ ബിൽ ഖളാഇ വൽ ഖദർ, അള്ളാഹുവിന്റെ വിധി എന്താണോ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ജീവിക്കൽ. ഖിസ്മത്തില്ലാഹി തആല, അള്ളാഹു നിനക്ക് ഏൽപ്പിച്ച, നിനക്ക് കണക്കാക്കിയ വിഹിതം ഓഹരിയുണ്ട് അതനുസരിച്ച് ജീവിക്കൽ. ഇതാണ് ഉബൂദിയ്യത്തിന്റെ രണ്ടാമത്തത്. വസാലിസുഹ ഇതിൽ മൂന്നാമത്തത് തർക്കുരില്ലാഹി നഫ്സിക, നിന്റെ ശരീരത്തിന്റെ താല്പര്യം ഒഴിവാക്കൽ, ആഗ്രഹം ഒഴിവാക്കൽ, നിന്റെ ശരീരത്തിന്റെ താല്പര്യം തൃപ്തി ഒഴിവാക്കൽ. ശരീരത്തിന്റെ താല്പര്യം അങ്ങോട്ടേക്ക് പോകാനാണ്, ശരീരത്തിന് താല്പര്യം തൃപ്തി വേറെ സ്ഥലത്തേക്ക് പോകാൻ. ശരീരത്തിനുള്ള തൃപ്തി കളി കാണലാണ് അല്ലെങ്കിൽ സിനിമ കാണലാണ്. ആ ഒരു തൃപ്തി ഒഴിവാക്കുക. ഫീ തലബില്ലാഹി തആല, അള്ളാഹുവിന്റെ തൃപ്തി തേടുന്ന അവസരത്തിൽ ശരീരം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അവിടെ ആരുടേതാണ് ഒഴിവാക്കേണ്ടത്? ശരീരത്തിന്റെ തൃപ്തി ഒഴിവാക്കുക എന്നർത്ഥം. അള്ളാഹുവിന്റെ തൃപ്തിയും ശരീരത്തിന്റെ തൃപ്തി രണ്ടും ഭയങ്കര വൈരുദ്ധ്യമാണെങ്കിൽ ശരീരത്തിന്റെ തൃപ്തി ഒഴിവാക്കുക എന്നർത്ഥം. മനസ്സിലായല്ലോ? അവിടെ പോണോ, ശരീരത്തിന് പോകണമെന്ന് താല്പര്യം, പക്ഷെ പടച്ചറബിന്റെ തൃപ്തി അവിടെ പോകാതിരിക്കലാണ് എങ്കിൽ പോകാതിരിക്കുന്നതിനെ സ്വീകരിക്കുക എന്നർത്ഥം. അതേപോലെ തന്നെ അള്ളാഹിന്റെ തൃപ്തി അവിടെ പോകുകയാണ്, ശരീരത്തിന്റെ തൃപ്തി അവിടെ പോകാതിരിക്കലാണെങ്കിൽ, ഉദാഹരണത്തിന് പള്ളിയിലേക്ക് പോകാതിരിക്കലാണ് ശരീരത്തിന് ഭയങ്കര താല്പര്യവും തൃപ്തിയും, പള്ളിയിലേക്ക് പോകലാണ് അള്ളാഹുവിന് താല്പര്യവും അള്ളാഹിന്റെ തൃപ്തിയെങ്കിൽ ശരീരത്തിന് പറയുന്ന തൃപ്തി ഒഴിവാക്കുക എന്നർത്ഥം. തർക്കുരില്ലാഹി നഫ്സിക, നിന്റെ നഫ്സിന്റെ തൃപ്തിയെ താല്പര്യത്തെ ഒഴിവാക്കുക. ഫീ തലബി റിളാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ റിളാഹിന് വേണ്ടിയിട്ട് നിന്റെ താല്പര്യത്തെ ഒഴിവാക്കുക. അള്ളാഹുവിന്റെ റിളാഹിന് വേണ്ടിയിട്ട് നിന്റെ താല്പര്യത്തെ ഒഴിവാക്കുക. അള്ളാഹുവിന്റെ റിളാ തേടുന്ന സമയത്ത് നിന്റെ താല്പര്യത്തെ ഒഴിവാക്കുക. ഇതാണ് ഉബൂദിയ്യത്ത്. അപ്പോൾ ഉബൂദിയ്യത്ത് ഈ 3 കാര്യമാണ്. മുഹാഫദത്ത് അംരി ശർഇ, الرضا بالقضاء والقدر وقسمة الله تعالى, ترك رضا نفسك في طلب رضا الله تعالى. ഇതാണ് ഏത് ഉബൂദിയ്യത്ത് എന്നാണ്. ഇനി തവക്കുലാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. തവക്കുൽ ഞാൻ പറഞ്ഞു 2-3 കാര്യങ്ങളാണ്. ഉബൂദിയ്യത്ത്, തവക്കുൽ, അതേപോലെ തന്നെ ഇഖ്ലാസും ചോദിക്കും, റിയാവും ചോദിക്കും. ഇൻഷാ അല്ലാഹ് തവക്കുലാണ് അടുത്തത്. വസഅൽതനി അനി തവക്കുൽ, തവക്കലിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അതിന്റെ മറുപടി ഓഹുവ, അത് അന്തസ്തഹ്കിമ, നീ ഉറപ്പിക്കലാണ്, ഇത്തിഖാദക, നിന്റെ വിശ്വാസം, ബില്ലാഹി, അള്ളാഹുലുള്ള നിന്റെ വിശ്വാസം ഉറപ്പിക്കലാണ്. ഫീമാ, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെന്തായാലും കിട്ടും, എന്തായാലും തരും എന്നുള്ള നിന്റെ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം ഒന്നും കൂടി ഉറപ്പിക്കലാണ് തവക്കുൽ. അത്രയേ ഉള്ളൂ. അന്തസ്തഹ്കിമ, നീ ഉറപ്പിക്കലാണ്, ഇത്തിഖാദക, നിന്റെ ഇത്തിഖാദിനെ, ബില്ലാഹി തആല, അള്ളാഹുമായിട്ടുള്ള ഇത്തിഖാദിനെ ഉറപ്പിക്കലാണ്. ഫീമാ വഅദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ. ഇനി അതായത് നീ വിശ്വസിക്കലാണ്, അന്നമാ ഖുദ്ദിറ ലക, നിനക്ക് വേണ്ടിയിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്, നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്, കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. യാനി അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ നിന്റെ വിശ്വാസം ഉറപ്പിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. യാനി അതായത് നീ വിശ്വസിക്കലാണ്, അന്നമാ ഖുദ്ദിറ ലക, നിനക്ക് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്, സയസുലു ഇലൈക്, നിന്നിലേക്ക് തന്നെ എത്തിച്ചേരും. ലാ മഹാല, ഒരു സംശയവുമില്ലാതെ നിന്നിലേക്ക് തന്നെ എത്തിച്ചേരും. ലാ മഹാല, ഒരു സംശയവുമില്ല, ലാ മഹാല, സംശയമില്ലാതെ.
വൈനിജിത്തഹദ അധ്വാനിച്ചാലും ശരി, മൻഫിൽ ആലം ലോകത്തോളം എല്ലാവരും അധ്വാനിച്ചു, അല സർഫിഹി അതിനെ മാറ്റാൻ, അൻക നിന്നിൽ നിന്ന്, നിനക്ക് കണക്കാക്കിയ ഒരു കാര്യം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ലോകത്തുള്ള എല്ലാവരും ശ്രമിച്ചാലും ശരി, ഇസയിലേക്ക് ലാ മഹാല നിസ്സംശയം നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. വൈനിജിത്തഹദ മൻഫിൽ ആലം ലോകത്തുള്ളവർ മുഴുവനും ശ്രമിച്ചാലും, അല സർഫിഹി അൻക് നിന്നിൽ നിന്ന് അതിനെ മാറ്റാൻ, സർഫ് മാറ്റുക, എടുത്തു മാറ്റുക, അല്ല സർഫ് എനിക്ക് നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചാലും അത് നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇതാണ് ഉറച്ച വിശ്വാസം. അങ്ങനെ വിശ്വസിക്കണം. എനിക്ക് കിട്ടാനുള്ള കിട്ടുക തന്നെ ചെയ്യും, ആരെന്ത് ചെയ്താലും. വമാലം യുക്തബുലക് നിനക്ക് എഴുതപ്പെടാത്തത്, നിനക്ക് രേഖപ്പെടുത്താത്തത്, നിനക്ക് വേണ്ടിയിട്ട് കണക്കാക്കാത്തത് എന്നുദ്ദേശം. വമാലം യുക്തബുലക് നിനക്ക് വേണ്ടി കണക്കാക്കാത്തത്. ലയ്യസിലേക്ക് നിന്നിലേക്ക് ഒരിക്കലും എത്തുകയേയില്ല. ലയ്യസുലയിലേക്ക് നിന്നിലേക്ക് ഒരിക്കലും എത്തുകയേയില്ല. ലയ്യസുലയിലേക്ക് നിന്നിലേക്ക് ഒരിക്കലും എത്തുകയേയില്ല. വൈൻസാ അതൊക്കെ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നാലും ശരി, ജമീൽ ആ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ആ സംഗതി നിനക്ക് വേണ്ടിയിട്ട് കണക്കാക്കാത്ത ഒരു സാധനം നിനക്ക് എത്തിച്ചേരാൻ ആര് സഹായിക്കാൻ വന്നാലും നിന്നിലേക്ക് ലയ്യസുലിലേക്ക് നിനക്ക് എത്തുക. എന്ന് വെച്ചാൽ അള്ളാഹ് നിനക്ക് എന്താണ് കണക്കാക്കി അത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. ആര് എതിർത്താലും, അള്ളാഹ് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആര് കൊണ്ടുവന്ന് തരാൻ ശ്രമിച്ചാലും ലയ്യസുലിലേക്ക് നിനക്ക് കിട്ടുക തന്നെ ഇല്ല. എതിർത്ത് ലയ്യസുലിലേക്ക് നിനക്ക് കിട്ടുക തന്നെ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇതാണ് എന്തിന്റെ ഉദ്ദേശം, തവക്കുലിന്റെ ഉദ്ദേശം ഇതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. തൽക്കാലം ഇവിടെ നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.